ഇതിനെ നമ്മൾ പറയുന്നത് അലർജിക് റൈനൈറ്റിസ് എന്നാണ്. അലർജിക് റൈനൈറ്റിസ് ഇത് മൂക്കിൽ ഉണ്ടാവുന്ന അലർജിയാണ്. പലപ്പോഴും നമ്മൾക്ക് സാധാരണ പൊടിയോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ മൂക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മൂക്കിൽ നിന്ന് വെള്ളം വരികയും തുമ്മുകയും ചെയ്യുന്നു. അത് നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ മെക്കാനിസമാണ്. ഈ അലർജിക് റൈനൈറ്റിസ് ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് ഡസ്റ്റും അതുപോലെ തന്നെ തണുപ്പും. അലർജി ഉള്ളവർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് എന്താ ഇമ്മ്യൂണിറ്റി കുറവാണോ, പ്രതിരോധ ശേഷി കുറവാണോ എന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളുടെ പ്രതിരോധ ശേഷി കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ഡസ്റ്റ് പോലും അല്ലെങ്കിൽ ചെറിയ തണുപ്പ് വന്നാൽ തന്നെ ഇവരുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ഇതുപോലെ നിൽക്കാതെ തുമ്മുക, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക, മൂക്ക് ഇങ്ങനെ സ്റ്റഫായിട്ട് അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്ന ഫീലിംഗ് ഉണ്ടാവുക, ഇതൊക്കെ അലർജിക് റൈനൈറ്റിസിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ആണ്. കൂടുതലും ഇങ്ങനെയുള്ള കേസസ് ജനറ്റിക് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ എപ്പോഴാണ് ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്? നമ്മുടെ ഡെയിലി ലൈഫിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ല എങ്കിൽ ആഴ്ചയിൽ 4-5 തവണ ആഴ്ചയിൽ ഈ ഒരു അലർജിക് റൈനൈറ്റിസിന്റെ ബുദ്ധിമുട്ട് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. പിന്നെ ഇത് നമ്മൾക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, അതായത് നമ്മുടെ ടോട്ടൽ സിറം IgE ലെവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത് കണ്ടെത്താൻ കഴിയും. എപ്പോഴും പറയുന്ന പോലെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.